أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب ضمن بالخير والسعادة إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحسنين من أهل السنة والجماعة. كتاب الأربعين، حديث نمبر 16. عن أبي هريرة رضي الله عنه أن رجلا قال للنبي صلى الله عليه وسلم: أوصني. قال: لا تغضب. فردد مرارا. قال: لا تغضب. رواه البخاري. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന റജുലൻ, നിശ്ചയം ഒരാള്, ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു: ഔസിനി, എന്നോട് ഒന്ന് വസിയ്യത്ത് ചെയ്യണം, എന്നെ ഒന്ന് ഉപദേശിക്കണം. അങ്ങനെ ചിലപ്പോൾ സ്വഹാബികൾ സ്പെഷ്യൽ ഉപദേശം ചോദിച്ചു വരാറുണ്ട്. അവരെ കണ്ടറിഞ്ഞ് അവർക്ക് മാത്രമായി അവരുടെ വിജയത്തിനാവശ്യമായ പ്രത്യേക ഉപദേശം തേടിക്കൊണ്ട് സ്വഹാബികൾ പലരും പലവട്ടം വന്നിട്ടുണ്ട്. അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഉപദേശം, അവർക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അവരെ കുറവ് മനസ്സിലാക്കി അവരുടെ ഖൽബറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം നടത്തിയതും കാണാം. അപ്പോൾ ഇദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം ലാ തഗ്ളബ്. ഖാല ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്നാണ്. ഫറദ്ദദ മിറാറൻ, അദ്ദേഹം ഒന്നിലധികം തവണ ആ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നു. അതിങ്ങനെ മടക്കി ചോദിച്ചു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല, അവിടുന്ന് പറഞ്ഞു, ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വിശദീകരിക്കാം. ഈ ഹദീസിൽ ചോദ്യകർത്താവിനെ പ്രതിപാദിച്ചിട്ടില്ല. ഒരാൾ ചോദിച്ചു എന്നാ പറഞ്ഞത്. ആ ആള് ആരാണെന്ന് ഒരഭിപ്രായം സയ്യിദുന അബൂദർദാ റളിയല്ലാഹു. അങ്ങനെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലൊക്കെ കാണാം. ആ ഹദീസ് ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനി അൽ ജന്ന, എന്നെ സ്വർഗത്തിൽ എത്തിക്കുന്ന, എന്നെ സ്വർഗത്തിൽ കടത്തുന്ന ഒരു അമല് എനിക്ക് പറഞ്ഞു തരണം. ഖാല, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്, വലകൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ആ റിപ്പോർട്ടിലുള്ളത് അങ്ങനെയാണ്. എന്നാൽ മറ്റൊരു അഭിപ്രായം ജാരിയത്ത് ബിൻ ഖുദാമ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ്. ആ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം ചോദിച്ചു,
സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ലഹു യാ റസൂലല്ലാഹ് ഖുൽ ലി ഖൗലൻ, എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരണം. വ അഖ്ലിൽ അലയ്യ, അത് വളരെ ചുരുക്കി പറയണം. ലഅല്ലി അഖ്ലഹു, ഞാനത് മനസ്സിലാക്കിയേക്കാം, എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വാക്ക് വളരെ ചുരുക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. അപ്പോൾ മഹാൻ പറഞ്ഞു, ഫഅഅ്തു അലൈഹി മിറാറൻ, ഞാനത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ കുല്ലുദാലിക് യഖൂൽ, അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. ഇതിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമതായി പറയാനുള്ളത്, ഈ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്താണ്. ഇത്രയും ചുരുക്കിയിട്ട് വലിയ ഒരാശയം, നമ്മൾ പറയാറുണ്ട് ജവാമിഉൽ കലിം, മുഅ്ജിസായ കലാം എന്നൊക്കെ പറയാറില്ലേ, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് മുഅ്ജിസായ കലാം ആകുന്നത്? ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്, ഒരു സ്വഹാബി രക്ഷപ്പെടാനുള്ള മാർഗമാണ് ചോദിച്ചത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയാമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്നാണ്. എങ്ങനെയാണ് ഈ വാചകം ജവാമിഉൽ കലിം ആകുന്നത്, മുഅ്ജിസത്താകുന്നത്, വലിയ അത്ഭുതമുള്ള വാക്കാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ, ഒരാൾ ദേഷ്യം പിടിക്കാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിൽ എന്തെല്ലാം സ്വഭാവം വേണം എന്ന് മനസ്സിലാക്കണം. മനുഷ്യന് കഴിയാത്തൊരു കാര്യമാണ് ദേഷ്യം പിടിക്കുക എന്നുള്ളത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. ആരാണ് പവർമാൻ, ആരാണ് ശക്തൻ? ലൈസ ശദീദു ബിസ്സുറാ, ഗുസ്തിയിൽ മറ്റൊരാളെ മലർത്തിയടിക്കുന്നവനല്ല ശക്തൻ. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് തൻ്റെ ശരീരം നിയന്ത്രിക്കുന്നവനാണ്, തൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ശക്തനെന്ന്, അയാളാണ് പവർമാൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ സാധ്യമാകുന്ന ഒരു സംഗതിയല്ല. മനുഷ്യൻ്റെ പ്രകൃതിയാണ് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ, ഇഷ്ടപ്പെടാത്തത് കേട്ടാൽ ദേഷ്യം വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നൂറുകണക്കിന് കാര്യങ്ങളുണ്ടാവും. അതായത് നൂറുകണക്കിന് വിശേഷണങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിലേ നമുക്ക് ദേഷ്യം പിടിക്കാതിരിക്കാൻ കഴിയും. സൽസ്വഭാവം നമ്മളിൽ വേണം. ഹെൽമ്, സഹനം എന്ന് പറയുന്ന സംഗതി, ഹയാ, ലജ്ജ, അതുപോലെ തവാദു, വിനയം, തവദ്ദുദ്, സ്നേഹം, അതുപോലെ കഫ്, ജനങ്ങളെ തൊട്ട് ബുദ്ധിമുട്ട് തടുക്കുക എന്ന ഒരു ടെൻഡൻസി, അതുപോലെ തനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടും മാപ്പ് നൽകുക എന്ന അഫു, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമിക്കുക എന്ന സ്വബർ, അതുപോലെ കലുമുൽ ഗൈൽ, ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്ന ഒരു സ്വഭാവം, വതലാഖത്തുൽ വജ്ഹ്, പ്രസന്നത എന്നത്. ഇങ്ങനെ നൂറുകണക്കായ സ്വഭാവ ഗുണങ്ങളുള്ള ഒരാൾക്ക് ഈ ഒരു കാര്യം വളരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ.
അപ്പോൾ ലാ തഗ്ളബ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുകയും മാപ്പ് നൽകുകയും ബുദ്ധിമുട്ടിനെ തടുക്കുകയും മുഖപ്രസദ്ധ ഉള്ളതവനാവുകയും അതുപോലെ ദേഷ്യത്തെ അമർച്ച ചെയ്യുന്നവനാവുകയും സൽസ്വഭാവമുള്ളവരാവുകയും സഹനമുള്ളവരാവുകയും മറ്റുള്ളവരോട് സ്നേഹമുള്ളവരാവുകയും ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ജവാമിഉൽ കലിം. ഇത്രയും അധ്യായങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഇത്രയും ക്വാളിറ്റി വേണമെന്നാണ് പറഞ്ഞത് ലാ തഗ്ളബ് എന്നതിൻ്റെ അർത്ഥം. ലാ തഗ്ളബ് എന്നാൽ അതിൻ്റെ ഭാഷാർത്ഥം നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്നാണ്. ഏറ്റവും ഉദാത്തമായ സ്വഭാവം നിങ്ങൾ ഉൾക്കൊള്ളുക, അമ്പിയാക്കന്മാരുടെ സ്വഭാവം ശ്രദ്ധിക്കുക, വിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്വഭാവം സ്വീകരിക്കുക, ഈമാനിൻ്റെ സ്വഭാവം ഉള്ളവരാവുക. ഇങ്ങനെ അഖ്ലാഖുൻ നുബുവ, അഖ്ലാഖുൽ ഖുർആൻ, അഖ്ലാഖുൽ ഈമാൻ ഇതൊക്കെ ഉണ്ടായിരിക്കുക എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ലാ തഗ്ളബ് നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായി ഉണ്ട്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ അതിന് സ്വീകരിക്കേണ്ട മാർഗം കോപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് കോപം എന്ന ആ ഒരു ഹൃദയം കത്തുന്ന, ശരീരം ചൂടുപിടിക്കുന്ന, സ്വന്തത്തിനും സമൂഹത്തിനും ദുരന്തമുണ്ടാക്കുന്ന ആ വലിയ ഒരു രോഗത്തിൽ നിന്ന് നമ്മൾ മുക്തി നേടുക. എങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രത്യേക ഉപദേശം തേടി വന്ന പലർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശങ്ങൾ പലതാണ്. അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഏതാണോ അതാണ് കൊടുക്കുക. അപ്പൊ ഈ സ്വഹാബി വീണ്ടും ചോദ്യം ആവർത്തിച്ചത് എന്തിനായിരിക്കും? മറ്റെന്തെങ്കിലും ഗുണങ്ങൾ, മറ്റെന്തെങ്കിലും ഉപദേശമുണ്ടോ എന്നറിയാനായിരിക്കും. ഈ ചോദിച്ച ആള് ആരാണെങ്കിലും അവർ വീണ്ടും അത് ചോദിക്കുകയാണ്, നബിയെ എനിക്ക് വേറെന്തെങ്കിലും ഉപദേശം തരണം. അപ്പോൾ വീണ്ടും അത് തന്നെ കൊടുക്കുന്നു, വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു. അപ്പൊ ഈ ചോദ്യം ആവർത്തിക്കുന്നത് എന്തിനായിരിക്കും? മറ്റെന്തെങ്കിലും ഉപദേശങ്ങൾ പറയാനുണ്ടോ, എന്നെ വല്ലതും നിർദ്ദേശിക്കാനുണ്ടോ എന്നറിയാൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മറുപടി തന്നെ ആവർത്തിക്കുന്നത് എന്തിനായിരിക്കും? ഇത് തന്നെ നസ്വിഹത്തുൻ കാഫിയ, എല്ലാറ്റിനും മതിയാകുന്ന ഉപദേശമാണ് ഇത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ. ഇതിനപ്പുറം ഇനി വേറൊരു ഉപദേശത്തിന്റെ ആവശ്യമില്ല, ഇതിൽ തന്നെ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതും മൂന്നാമതും ചോദിച്ച ആ ചോദ്യത്തിന് ഒരേ മറുപടി തന്നെ ആവർത്തിക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഈ ലാ തഗ്ളബ് എന്ന് പറഞ്ഞതിൻ്റെ ആശയം ഒന്നുകൂടെ മനസ്സിലാവുകയാണ്. നമ്മുടെ ഇഹപര വിജയത്തിന് നമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മന്ത്രം, നമ്മുടെ ജോലിസ്ഥലത്ത് എഴുതി വെക്കാൻ പറ്റിയ മന്ത്രം, നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കാൻ പറ്റിയ മന്ത്രം, നമ്മുടെ ജനനം മുതൽ മരണം വരെ നമുക്ക് കൊണ്ടു നടക്കാനുള്ള ഏറ്റവും വലിയ ഒരു മണിമന്ത്രമാണ് ലാ തഗ്ളബ് എന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ തഗ്ളബ്, നിങ്ങൾ കോപിക്കരുത് എന്ന് പറയാനുള്ള കാരണം, ഒന്ന്, അതിൽ ധാരാളം നേട്ടങ്ങളുണ്ട്. ദേഷ്യം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, എന്നാൽ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും അതിലുണ്ട്. അതിൽപ്പെട്ട ബുദ്ധിമുട്ടിൽ വളരെ പ്രധാനമാകുന്നത് ഒന്ന്, സ്വന്തം ശരീരത്തിന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ
BP ലെവൽ അതോടുകൂടെ മാറും. അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ മാറും. ചില ആളുകളുടെ രൂപം തന്നെ മാറും, ചില ആളുകളുടെ നിറം മാറും. ഇങ്ങനെ ഒരു പ്രകൃതി വിരുദ്ധമായ നമ്മുടെ ശരീരത്തിൻ്റെ തനി സ്വഭാവം മാറുകയും അത് നമ്മുടെ കൈകാലുകളിലേക്ക് ഒരു പക്ഷേ വരും. പിന്നെ നമ്മുടെ കൈയാണ് പ്രവർത്തിക്കുക, ചിലപ്പോൾ നമ്മുടെ കാലാണ് പ്രവർത്തിക്കുക, ചിലപ്പോൾ നമ്മുടെ നാവായിരിക്കും. ആ നാവ് കൊണ്ട് പിന്നെ പറയുന്നത് കേൾക്കാൻ കഴിയാത്ത, മറ്റൊരാൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം അവരുടെ ഹൃദയത്തെയും മുറിവേൽപ്പിക്കുന്ന, പിന്നീടൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത വിധത്തിൽ, പിന്നീടതൊരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധത്തിൽ ആ വാക്കുകൊണ്ടുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒന്നാമതായി നമ്മുടെ നാവിൽ നിന്ന്, നമ്മുടെ നാവിനെയും നമ്മുടെ കൈകാലുകളെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ദേശത്തെ നിയന്ത്രിക്കണം. അപ്പോൾ അത് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാവിൽ നിന്ന് അസഭ്യങ്ങൾ വരികയും, ചിലപ്പോൾ ചില സമയത്ത് ചില ആളുകളൊക്കെ ദേഷ്യം കണ്ട് വന്നിട്ട് കലി കയറിയിട്ട് അവർ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന വാക്കുകളായിരിക്കും. അപ്പോൾ തിരിച്ചെടുക്കാൻ കഴിയാത്ത വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഹറാമായ വാക്കുകളും പ്രവൃത്തികളും സംഭവിക്കും. രണ്ടാമത്തെ ഒരു സംഗതി, അതുകൊണ്ടുള്ള ദുരന്തം സമൂഹത്തിനായിരിക്കും. കാരണം ഇത് ദേഷ്യമുള്ള ആളുകളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് വെറുപ്പ് ഉണ്ടാവും എന്നതാണ്. ആ വെറുപ്പ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൂടുന്നതിനനുസരിച്ച് വെറുപ്പ് കൂടുകയും അത് മറ്റുള്ള മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്താൻ, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അത് കാരണമാവും. അങ്ങനെ സ്വന്തം ശരീരത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഈ ബുദ്ധിമുട്ട് പകരുകയും അങ്ങനെ കൂട്ടുകാർക്കിടയിൽ വലിയ പ്രശ്നങ്ങളും ശത്രുതയും ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ ഇത് ഒരു വൈയക്തികമായ ദുരന്തമാണ് എന്ന് മാത്രമല്ല, ഒരു സാമൂഹ്യ ദുരന്തം കൂടെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിയന്ത്രിക്കണമെന്നും അത് നിയന്ത്രിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നും പറയാനുള്ള കാരണം. ഏറ്റവും വലിയ ശക്തൻ ദേശത്തെ നിയന്ത്രിക്കുന്നവനാണ്, സ്വന്തത്തെ നിയന്ത്രിക്കുന്നവനാണ് എന്ന് പറഞ്ഞു. അതുപോലെ ധാരാളം ഇതിൻ്റെ പോരിശകൾ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ആലി ഇമ്രാനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ദൈവഭക്തന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുള്ള സ്വർഗവും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും, അതിലേക്ക് നിങ്ങൾ ഉളരുക എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. പ്രതിസന്ധികളുടെയും പ്രതാപത്തിൻ്റെയും ഘട്ടത്തിൽ അവർ ചെലവഴിക്കും. വൽ കാദിമീനൽ ഗൈദ്, അതുപോലെ അവർ ദേശത്തെ നിയന്ത്രിക്കുകയും വൽ ആഫീന അനിന്നാസ്, ആളുകളോട് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്, മുത്തഖീങ്ങളുടെ സ്വഭാവമാണ്. സ്വർഗം വേണോ, മഗ്ഫിറത്ത് വേണോ എങ്കിൽ ഈ ക്വാളിറ്റി ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ധാരാളം ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മാദാ യുബാഇദുനി മിൻ ഗളബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിൽ നിന്ന് എന്നെ അകറ്റുന്നത് എന്താണ് നബിയെ? അള്ളാഹിൻ്റെ ദേഷ്യത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അർബഉ മൻ കുന്ന ഫീഹി അസമഹുല്ലാഹു മിനശ് ശൈത്വാൻ വഹറമഹു അലന്നാർ. 4 കാര്യം ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹത്തെ അല്ലാഹു തആല ശൈത്താന്റെ ശർറിൽ നിന്ന് കാൾക്കും, നരകത്തെ അദ്ദേഹത്തിന് അല്ലാഹു ഹറാമാക്കും. നമുക്ക് വേണ്ടത് അതാണ്. ഒന്ന്, ദുനിയാവിൽ നിന്ന് ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുക, നാളെ ആഖിറത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. 4 കാര്യം. ഒന്ന്, മൻ മലക നഫ്സഹു ഇൻദർ റഗ്ബ വർ-റഹ്ബ വശ്-ശഹ്വ വൽ ഗളബ്. 4 ഘട്ടത്തിൽ അവൻ്റെ ശരീരത്തെ അവന് നിയന്ത്രിക്കാൻ കഴിയണം. ഒന്ന്, റഗബത്തിൻ്റെ ഘട്ടത്തിൽ, ആഗ്രഹങ്ങളുള്ള ഘട്ടത്തിൽ. ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ മനുഷ്യൻ എന്തു ചെയ്യും?
അപ്പോൾ ഹറാമിലേക്ക് പോകാതെ, അതുപോലെ തൻ്റെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ചിലപ്പോൾ പിന്നെ അവിടെ വാപ്പ ഉമ്മ അല്ലെങ്കിൽ കുടുംബം ബന്ധങ്ങൾ ഒന്നിനും വില കൽപ്പിക്കൂല. അപ്പോൾ റഹബത്തിൻ്റെ ഘട്ടത്തിൽ മറ്റൊന്ന് റഹ്ബ. റഹ്ബ എന്ന് പറഞ്ഞാൽ പേടി. പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ, പേടികൾ പലവിധമുണ്ടല്ലോ. ആ പേടിയിൽ നിന്ന് രക്ഷപ്പെടാനും ചിലപ്പോൾ നമ്മൾ പല അരുതായ്മകളും ചെയ്യും. ആ സമയത്ത് നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. മറ്റൊന്ന് ഷഹ്വ, വികാരം. ആ വികാര പൂർത്തീകരണത്തിൽ മനുഷ്യൻ ഏത് സമയത്തും എന്തും ചെയ്യും. വൽ ഗളബ്, ദേഷ്യം. ആ ദേഷ്യം തീർക്കാൻ ചിലപ്പോൾ എന്താണ് ചെയ്യാന്ന് തന്നെ പറയാനോ ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഈ റഹബത്തിൻ്റെയും റഹബത്തിൻ്റെയും ഷഹ്വത്തിൻ്റെയും ഗളബിൻ്റെയും ഘട്ടത്തിൽ നമ്മുടെ നഫ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ, ഈ 4 ഘട്ടത്തിൽ ഒരാൾ അദ്ദേഹം നിയന്ത്രണ വിധേയനാണോ, ആത്മനിയന്ത്രണമുള്ള ആളാണോ എങ്കിൽ അയാൾ ശൈത്താന്റെ ശർറിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അയാൾക്ക് അല്ലാഹു തആല നരകം ഹറാമാക്കിയിരിക്കുന്നു എന്ന് മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഇതുകൂടെയാണ്. അതായത് ദേഷ്യം പിടിക്കാതിരുന്നാലുള്ള നേട്ടങ്ങൾ എന്താന്ന് പഠിക്കുക. ദേഷ്യം ആർക്കും വരും. ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം നിയന്ത്രിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ദേഷ്യം നിയന്ത്രിച്ചാലുള്ള ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കുക. ആത്മീയമായ ഗുണങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഒന്ന്, സ്വർഗമുണ്ട്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, അതുപോലെ ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഇങ്ങനെയുള്ള നേട്ടങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു പരിധിവരെ ആത്മനിയന്ത്രണം സാധ്യമാകും. ഇങ്ങനെ ധാരാളം നേട്ടങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, നമുക്ക് ലക്ഷ്യത്തിലെത്താം എന്നതാണ്. നമ്മളൊരു കമ്പനി, ആ കമ്പനിയായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ സമയത്ത് ഇനി എനിക്കാവൂല എന്നും പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോന്നാൽ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. നമ്മൾ എടുത്തു ചാടിയാൽ ഒരുപക്ഷെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. നമ്മളൊരു പരിപാടി നമ്മൾ നടത്തുമ്പോൾ ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മനിയന്ത്രണം നടത്തിയില്ലെങ്കിൽ ആ പരിപാടി തന്നെ ചിലപ്പോൾ വഷളാവും. അപ്പോൾ ദേഷ്യം നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന്, ആത്മനിയന്ത്രണം, ദേഷ്യത്തെ ഒതുക്കാൻ കഴിയുന്ന ആളുകൾക്ക് മനസ്സമാധാനം ഉണ്ടാകുമെന്നതാണ്. ചിലപ്പോൾ മുൻകോപമായിരിക്കും, അല്ലെങ്കിൽ അനിയന്ത്രിതമായ ദേഷ്യമായിരിക്കും. ഒരാളെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിന് ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. കാരണം ഇയാളെ നാട്ടിലുള്ള ഒരു 4 ആൾ, ഇയാളെ ജോലിസ്ഥലത്തുള്ള ഒരു 3 ആൾ, അവരായിട്ട് എന്തോ വിഷയമുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോഴേക്ക് ഇയാൾക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇവരെ കാണുന്നു. അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇറിറ്റേഷൻ സംഭവിക്കും. അപ്പോൾ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുമെന്നതാണ്. അതുപോലെ ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റുള്ള അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകൾക്ക് തൻ്റെ കുടുംബത്തിന് ഇഷ്ടപ്പെടുകയില്ല എന്നതാണ്. അവരുടെ ഇഷ്ടം കുറഞ്ഞു പോകും. അപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടം ലഭിക്കാൻ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ, മനസ്സിന് സമാധാനം ലഭിക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള മറ്റുള്ള നേട്ടങ്ങൾ, ആത്മീയമായ നേട്ടങ്ങൾ, ഇതൊക്കെ നേടിയെടുക്കണമെങ്കിലുള്ള ഒറ്റ മണിമന്ത്രം, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ ദേഷ്യപ്പെടരുത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് ധാരാളം മാർഗങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹദീസിൽ നിന്ന് നമുക്കത്, കിതാബുകളിൽ നിന്ന് വായിക്കാൻ കഴിയും. ഇത് നിയന്ത്രിക്കാനുള്ള നേട്ടങ്ങൾ, ഇത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട്. ഒരു ദിവസം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും നല്ല അമലി ഏതാ നബിയെ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവമാണ്. എന്നിട്ട് പറഞ്ഞു, ഹുവ അല്ലാ തഗ്ളബ് ഇനിസ്തതഅത്, നിങ്ങൾക്ക് കഴിഞ്ഞിട്ടും നിങ്ങൾ ദേഷ്യം പിടിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ദേഷ്യം പിടിക്കാൻ കഴിയും, എന്നിട്ട് പോലും നിങ്ങളെ ആത്മനിയന്ത്രണം നടത്തി ദേഷ്യം പിടിക്കാത്ത ആ ഒരവസ്ഥ. ഒരുപാട് നേട്ടങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, അഹ്മദ് റളിയല്ലാഹു അൻഹു അവർക്ക് ഉദ്ധരിക്കുന്നു. മൻ കലമ ഗൈലൻ വഹുവ യസ്തതി അൻ യൻഫിദഹു ദഅഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഖലായിക ഹത്താ യുഖ്ബിറഹു ഫീ അയ്യിൽ ഹൂരി ഷാ ഹത്താ യുഖയ്യിറഹു ഫീ അയ്യിൽ ഹൂരി ഷാ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാൾ ദേഷ്യത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് നടപ്പിലാക്കാൻ കഴിയും. ചില ആളുകൾക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. കാരണം
അവർ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ദേഷ്യം പിടിക്കൂല. എന്നാൽ ഇയാൾ അങ്ങനെയല്ല. അദ്ദേഹം വിചാരിച്ചത് പറയാനും ചെയ്യാനും കഴിയും. എന്നിട്ട് പോലും വേണ്ട പോട്ടെ എന്ന് വെച്ച് അദ്ദേഹം ആത്മനിയന്ത്രണം നടത്തിയാൽ അല്ലാഹു തആല വലിയ VIP-കൾക്കിടയിൽ വെച്ച് അദ്ദേഹത്തെ ഖിയാമത്ത് നാളിൽ വിളിക്കും. എന്നിട്ട് അദ്ദേഹത്തോട് പറയും, ഈ ഹൗർലിങ്ങളിൽ നിന്ന്, ഈ സ്വർഗീയ തരുണികളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടമുള്ളവരെ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ എന്ന്. ഒരുപാട് മാർഗങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുണ്ട്. ഒന്ന്, നമ്മുടെ ആ ഒരു അവസ്ഥക്ക് നമ്മൾ മാറ്റം വരുത്തുക എന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ അഹ്മദ് റളിയല്ലാഹുവിനും അബൂദാവൂദ് റളിയല്ലാഹുവിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിമുൻ ഫൽയജ്ലിസ്. ഒരാള് ഭയങ്കര ദേഷ്യത്തിലാണ്, അപ്പൊ അയാൾ നിൽക്കുകയാണ്. മറ്റൊരാളോട് കോപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്, അദ്ദേഹം നിൽക്കുകയാണ്, എങ്കിൽ ഫൽയജ്ലിസ്, അയാൾ ഇരിക്കട്ടെ. ആ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം വരുത്തിയാൽ, ഒരു ചെറിയൊരു ചേഞ്ചിങ്. അങ്ങനെ ഫൈൻ ദഹബ അൻഹുൽ ഗളബ് വ ഇല്ലാ ഫൽ യൽതജ്. അങ്ങനെ അദ്ദേഹത്തോട് ആ ദേഷ്യം എങ്ങനെ പോയാൽ അയാളോടെ ഇരുന്നോട്ടെ, അപ്പോൾ ആ ദേഷ്യം എങ്ങനെ ഒതുങ്ങിക്കോളും. ഇനി അതല്ല, ദേഷ്യം പോകുന്നില്ല എങ്കിൽ അദ്ദേഹം കിടക്കട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നമുക്കെന്നെ അറിയാം, ദേഷ്യം പിടിച്ചാൽ നമ്മൾ എണീറ്റുക ചെയ്യുക, എന്നിട്ട് പിന്നെ അതിന് ആക്ഷൻ എടുക്കുക ചെയ്യുക. ആ സമയത്ത് അതിനെ നേരെ വിപരീതം ചെയ്യുക എന്നതാണ്. അതായത് ഇരിക്കുന്ന ആൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അയാൾ ചാടി എഴുന്നേൽക്കും. എന്നാൽ നിൽക്കുന്ന ആൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ അയാൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ ദേഷ്യം കുറയും. എന്നിട്ട് വീണ്ടും അദ്ദേഹത്തിന് ദേഷ്യം ശമിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഒന്ന് കിടന്നാൽ ഉറപ്പാണ് അയാളെ ദേഷ്യം പോകും. അത് നമുക്ക് നേരെ തിരിച്ചു മനസ്സിലാവും. കിടക്കുന്ന ആൾക്ക് ദേഷ്യം പിടിച്ചാൽ ഇരിക്കും, ഇരിക്കുന്ന ആൾക്ക് ദേഷ്യം പിടിച്ചാൽ എണീക്കും. അപ്പൊ അതിന്റെ നേരെ വിപരീതം ചെയ്യാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത്. അതുപോലെ രണ്ടാളുകൾ ഇസ്തബ്ബ റജുലാനി അൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. രണ്ടാളുകൾ തമ്മിൽ ഭയങ്കര ചീത്ത പറച്ചിലാണ്, തർക്കിക്കുകയാണ്. അപ്പോൾ ഒരാൾ മറ്റൊരാളെ ദേഷ്യം പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ വാഹിദുഹുമാ യസുബ്ബു സ്വാഹിബഹു മുഗ്ളിബൻ ഖദ് അഹ്മറ വജ്ഹു, അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ ചുവന്നിട്ടുണ്ട്. ദേഷ്യം പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ല അഅലമു കലിമ, എനിക്കൊരു വചനം അറിയാം, ലൗ ഖാലഹ, അദ്ദേഹം അതിനെ പറഞ്ഞിരുന്നെങ്കിൽ ലദഹബ അൻഹു മാ യജിദ്, അദ്ദേഹത്തെ ഇപ്പോൾ അനുഭവിക്കുന്ന ദേഷ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കിട്ടും. ലൗ ഖാല, അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് പറയലാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ മറ്റൊന്നാണ് തർക്കുൽ കലാം, കലാമിനെ ഒഴിവാക്കുക എന്നത്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നോട്ടിൽ വെവ്വേറെ എഴുതി കഴിഞ്ഞാൽ ദേഷ്യം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വർക്കൗട്ട് ആവും. കലാമിന്, സംസാരം ഉപേക്ഷിക്കുക എന്നത് മറ്റൊരു മാർഗമാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു, ഇമാം തുർമുദി റളിയല്ലാഹു, ഇമാം അബൂദാവൂദ് റളിയല്ലാഹുനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹദീസ്. ഇദാ ഗളിബ അഹദുക്കും, നിങ്ങൾ ഒരാൾ ദേഷ്യം പിടിച്ചാൽ ഫൽ യസ്കുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. ഖാലഹ സലാസൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 3 വട്ടം പറഞ്ഞു. അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത്, ഭാര്യയോട് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ കുടുംബത്തോട് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ മൗനം പാലിക്കുക, നാവിനെ അങ്ങ് നിയന്ത്രിക്കുക. ഇന്നലെ നമ്മൾ അതിന്റെ നേട്ടം എന്താണെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ഹദീസ് നമ്മൾ ഓർമ്മയിലുണ്ടാവും. അപ്പോ സംസാരം നിയന്ത്രിക്കുക, സംസാരം ഒഴിക്കുക, ആ സമയത്ത് ഒന്നും മിണ്ടാതിരിക്കുക. അതുപോലെ മറ്റൊരു മാർഗമാണ് നമ്മൾ അവിടുന്ന് തൽക്കാലം അങ്ങ് മാറിപ്പോവുക. തൽക്കാലം ഒരു റൂമിൽ നിന്നാണ് ഭയങ്കര പ്രശ്നമെങ്കിൽ അടുത്ത റൂമിലേക്ക് മാറുക, വീട്ടിൽ നിന്നാണെങ്കിൽ തൊട്ടടുത്തേക്ക് മാറുക. ഇങ്ങനെ ആ സാഹചര്യത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് കുറച്ചു നേരത്തേക്ക് അങ്ങ് മാറി നിൽക്കുക. മറ്റൊരു മാർഗമാണ് വുളു എന്നുള്ളത്. വുളു, നമ്മുടെ ശരീരം, നമ്മുടെ രക്തം ചൂടാവുന്നു, നമ്മുടെ ശരീരം ചൂടാവുന്നു, അതുപോലെ നമ്മുടെ BP ലെവൽ കൂടുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്ന സമയം അതിനെ തണുപ്പിക്കാൻ, അതിനങ്ങ് തണുപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ദേഷ്യം തണുക്കും. മഹാൻ ഇമാം അഹ്മദ് റളിയല്ലാഹു, ഇമാം തുർമുദി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്, അലാ ഇന്നൽ ഗളബ ജുംറത്തുൻ, ഈ നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് അത് തീക്കനലാണ്. അത് തതവഖദു ഫി ഖൽബി ഇബ്നി ആദം, മനുഷ്യന്റെ ഹൃദയത്തിൽ കത്തുന്ന തീക്കനലാണ്. അപ്പൊ ആ തീക്കനൽ
ഹൃദയം കത്തുമ്പോൾ ശരീരം കത്തും. നമ്മുടെ ഹൃദയമാണല്ലോ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഹൃദയം ചൂടാകുമ്പോൾ ശരീരം ചൂടാകും. അപ്പോൾ ഹൃദയത്തെ തണുപ്പിക്കാനുള്ള ഒരു മാർഗം ഈ ശരീരത്തെ തണുപ്പിക്കുക എന്നതാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത് നമ്മളോട് വുളൂ ചെയ്യാൻ. അഹ്മദ് റളിയല്ലാഹു അൻഹു, അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ഹദീസിലുണ്ട്, ഇന്നൽ ഗളബ മിന ശൈത്താൻ, ഈ ദേഷ്യം എന്ന് പറയുന്നത് ഷെയ്ത്താന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. വഇന്ന ശൈത്താന ഖുലിഖ മിനൻ നാർ, ഷെയ്ത്താൻ തീയാൽ പടക്കപ്പെട്ടതാണ്. ഫൈദ ഗളിബ അഹദുക്കും ഫല്യതവല്ല, അങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വുളൂ എടുക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 16-ാമത്തെ ഹദീസ്, ലാ തഗ്ളബ് എന്ന ഹദീസ്, ഇതിന്റെ വിശദീകരണത്തിൽ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എന്താണ് നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞു. ദേഷ്യം എന്താണെന്ന് നമുക്കറിയാലോ. എന്നാൽ ദേഷ്യം പിടിക്കരുത് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് ഒന്ന്, ദേഷ്യം വരുന്ന സമയത്ത് അത് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ്. കലുമുൽ ഗൈള് എന്ന് പറയാം. നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കുക എന്നത് ഒന്നാണ്. ഒരാൾക്ക് പെട്ടെന്ന് ഭയങ്കരമായ ദേഷ്യം വന്നു. ആ സമയത്ത് അദ്ദേഹം ഒന്നും ചീത്ത പറഞ്ഞില്ല, അതിനെതിരെ കൈകൊണ്ട് പ്രവർത്തിച്ചില്ല, കാലുകൊണ്ട് പ്രവർത്തിച്ചില്ല, വസ്തുക്കളൊന്നും കേടുവരുത്തിയില്ല, അസഭ്യം പറഞ്ഞില്ല, അപ്പോൾ റെഡിയാണ്. അപ്പോൾ അദ്ദേഹം ദേഷ്യത്തെ നിയന്ത്രിച്ചു. അപ്പോൾ ഒന്ന്, ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞാൽ ദേഷ്യത്തെ നിയന്ത്രിക്കുക. ദേഷ്യം വരുന്ന സമയത്ത് ആത്മനിയന്ത്രണം പാലിക്കുക എന്നതാണ് അതിൻ്റെ ഒരർത്ഥം. അത് നമുക്ക് മനസ്സിലായി. മറ്റൊരർത്ഥം, നൂറുകണക്കിന് ദൂഷ്യ സ്വഭാവങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. ഉദാഹരണം, കിബർ, ഹസദ്, റിയാ, ഉജുബ്, ഹഖദ്, ഇങ്ങനെയുള്ള ഈ കുഴപ്പങ്ങൾ ആണ്. ഇങ്ങനെയുള്ള പല കുഴപ്പങ്ങളും രോഗങ്ങളും അവസ്ഥകളും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് ഈ ഗളബ് എന്ന ദേഷ്യം അവനിൽ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നാണ് പറഞ്ഞത്. ഇജ്തനിബ് അസ്ബാബൽ ഗളബ് വലാ തതഅറദ് ലിമാ യജ്ലിബുഹു. അങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യനിൽ ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ ചെറിയ കുട്ടികളോട് ദേഷ്യം പിടിക്കും. ആ സമയത്ത് നമ്മൾ എന്തും പറയും, കാരണം അവർ തിരിച്ചിങ്ങോട്ടൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ചൂട് നമ്മൾ പറഞ്ഞിട്ടോ ചെയ്തിട്ടോ അങ്ങ് ശമിപ്പിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കുഴപ്പങ്ങൾ, നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് രോഗങ്ങളും, അതുപോലെ നേരത്തെ പറഞ്ഞ ക്ഷമ, മാപ്പ് നൽകുക, വിനയം കാണിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, ഇങ്ങനെയുള്ളത് പലത് നഷ്ടപ്പെടുന്നതുമാണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള നല്ല ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്, ചീത്ത ഗുണങ്ങളൊന്നും നിങ്ങളിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ദേഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങളെ ഹൃദയത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകരുത് എന്നും, അതുപോലെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യത്തെ നിങ്ങൾ നിയന്ത്രിക്കണം, ആത്മനിയന്ത്രണം പാലിക്കണം എന്നും ഒക്കെ അർത്ഥമുണ്ട് ലാ തഗ്ളബ് എന്ന ഒരൊറ്റ വാക്കിന്. ഈ 16-ാമത്തെ ഹദീസ് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്വാഭാവിക സംശയത്തിനോട് കൂടെ പ്രതികരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത്, അൽ ഹുബ്ബു ഫില്ല വൽ ബുഗ്ളു ഫില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക നമുക്കറിയാം. അതുപോലെ അള്ളാഹിന്റെ മാർഗത്തിൽ ദേഷ്യം പിടിക്കുക എന്നൊരു സംഭവം ഉണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ചിലപ്പോ സ്വഹീൽ ബുഖാരിയിൽ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അശദ്ദ ഹയാഅൻ മിനൽ അദ്റാഇ ഫീ ഖദ്രിഹ. ഒരു മണവാട്ടി അവരുടെ ആ മറക്കുള്ളിൽ ആ പെണ്ണ് ഇരുന്ന് സമയത്തുള്ള ആ ഒരു ഹയാ, അതിനേക്കാൾ ലജ്ജയുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അത്രയും വലിയ നാണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഫൈദാ റഅ ശൈഅൻ യക്റഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുപ്പുള്ള വല്ലതും അവിടുന്ന് കണ്ടാൽ, അറഫ്നാഹു ഫി വജ്ഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ഞങ്ങൾക്കത് കാണാമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം കൊണ്ട് അവിടുത്തെ മുഖം അങ്ങോട്ട് ചുവന്നു വരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാം. അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു നജ്റാൻ നിർമ്മിതമായ ഷാള് അവിടുത്തെ കഴുത്തിലിട്ട് നടക്കുമ്പോൾ ഒരു അറാബി വന്നിട്ട് അതിൻ്റെ 2 തലയും കണ്ട് വലിച്ചു മുറുക്കി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴുത്തിൽ പാട് വീണു. ആ സമയത്ത് അവിടുന്ന് ദേഷ്യം പിടിക്കാതെ എനിക്കുള്ളത് ഇങ്ങോട്ട് കൊണ്ടാന്നാണ് അറാബി പറഞ്ഞത്. അതായത് സംഭാവന തരൂ, ക്യാഷ് തരൂ. അദ്ദേഹം സംഭാവന ചോദിക്കുന്ന കോലാണ്, ധർമ്മം ചോദിക്കുന്ന കോലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ള സ്വഹാബിയോട് പറഞ്ഞു അദ്ദേഹത്തെ സഹായിക്കാൻ. അതുപോലെ തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന സമയത്ത് അറാബി വന്നിട്ട് തൻ്റെ തഴമ്പുള്ള കൈകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തടിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അവിടുന്ന് പൂർണ്ണമായും ആത്മനിയന്ത്രണം പാലിക്കുകയും അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെറുപ്പം മുതൽ കേട്ടുവരുന്ന എത്ര സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹനവും ക്ഷമയും ആത്മനിയന്ത്രണവും സൽസ്വഭാവവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വളരെ അപൂർവമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. അള്ളാഹുവിൻ്റെ ഹുർമത്തുകളെ പിച്ചു ചീന്തപ്പെടുമ്പോൾ, അള്ളാഹു ആദരിച്ചവയെ പരസ്യമായി നിന്ദിക്കപ്പെടുമ്പോൾ അതിനോട് വെറുക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. മൂസാ നബി അലൈഹി സ്വലാമിനെ സ്നേഹിക്കുന്ന ആൾ ഫിറോനെ വെറുക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആള് അബൂജഹലിനെ വെറുക്കും. അതുപോലെ ദീനിനെ സ്നേഹിക്കുന്ന ആള് കുഫറിനെ വെറുക്കും. സ്വർഗത്തെ സ്നേഹിക്കുന്ന ആള് നരകത്തെ വെറുക്കും. എന്നതുപോലെ തന്നെയാണ് സുന്നത്തിനെ സ്നേഹിക്കുന്ന ആള് ബിദ്അത്തിനെ വെറുക്കണം. അപ്പോൾ ഇതാണ് അൽ ഹബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദേഷ്യം എന്ന് പറയുന്നത്. എന്നാൽ അതിനൊന്നും നമ്മൾ ദേഷ്യം പിടിക്കൂല. സുന്നത്ത് ജമാഅത്തിനെ പരസ്യമായി ചോദ്യം ചെയ്യപ്പെട്ടാൽ നമുക്കതിന് ദേഷ്യമില്ല. അതുപോലെ ദീനിൻ്റെ ചിഹ്നങ്ങളെ അതിനെ മുഴുവൻ കരിവാരിത്തേക്കപ്പെട്ടാൽ നമുക്കതിന് വേദനയില്ല. നമുക്ക് ഒരു ക്ലാസ് പൊട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് കാര്യങ്ങളാവാത്തത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കേൾക്കാത്തത്, ഇതിനൊക്കെയാണ് ഒരു കാര്യവുമില്ലാത്തതിനാണ് നമ്മൾ വലിയ കാര്യമായി ദേഷ്യം പിടിക്കാറുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു വശം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദേഷ്യം പിടിക്കുന്നത് 1% പോലും ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. അപ്പോൾ അങ്ങനത്തെ അകാരണമായ ദേഷ്യം, മുൻകോപം, ആവശ്യമില്ലാത്ത ദേഷ്യം, ഇതെല്ലാം നിയന്ത്രിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്, പരവിജയമുണ്ട്, സമാധാനമുണ്ട് എന്ന് എല്ലാം പഠിപ്പിക്കുന്ന ഈ വളരെ സുന്ദരമായ ഹദീസ് ലാ തഗ്ളബ് എന്ന ഹദീസിന് ഇവിടെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്താനും അതുപോലെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ശിഷ്യരിലൊക്കെ ഇതിൻ്റെ ഒരു നല്ല ബറക്കത്തുള്ള പ്രതിഫലനം കാണാനും അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.